ഹായ് വെൽക്കം ടു BBA. കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കുടിക്കോ. 130 ദിർഹം മുതൽ ഐഫോൺ ആട്ടാ. 130 ദിർഹം മുതൽ ഐഫോൺ കിട്ടുന്ന ഒരു കടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിതാ ദുബായ് അങ്ങാടിയിലാണ് ട്ടാ. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂസർ ഫോണിൻ്റെ പ്രൈസ് ഡ്രോപ്പും അതുപോലെ തന്നെ ഡീറ്റെയിൽസും കുറേ കാര്യങ്ങളുമാണ്. നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ നമ്മളിന്ന് പറഞ്ഞു തരാൻ പോവാണ്. 130 ദിർഹം മുതൽ ഇതാ ഫോണിൻ്റെ ഓഫർ പ്രൈസ് ഉണ്ട്. 14 Pro Max വരെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസർ ഫോണുകൾ വാങ്ങുന്ന ആളുകൾ നേരിടുന്ന ഒരു പരിപാടിയാണ് ഒരു ഫോണിൽ ഡോട്ട് വരിക, ഡോട്ട് എന്താ, ഡോട്ട് ഇല്ലാത്ത ഫോൺ എന്താ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ ഒരു ഫോൺ മേടിക്കുമ്പോൾ അതിൽ ഡോട്ട് ഉണ്ടോ, ഡോട്ടുള്ള ഫോണിൻ്റെ പ്രൈസ് കുറവുണ്ടോ കൂടുതലുണ്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പോകണ്ട. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരുപാട് കാലമായി നമ്മളിത് ഈ ഒരു ഇത് കാണിച്ചു തരുമ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നു ഇവിടുന്ന് ഒരു വീഡിയോ ഇടോ എന്ന്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള കിഡിലൻ കളക്ഷനിൽ നിങ്ങൾക്ക് വേറെ ലെവൽ വീഡിയോ ആണ് തരാൻ പോകുന്നത്. എല്ലാ ഫോണും ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഒരുപാട് കാര്യം. അപ്പോൾ തന്നെ ബാറ്ററി ബൂസ്റ്റിങ് കാര്യങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് കിഡിലൻ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇനി കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൊടുക്കോ. ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എങ്ങനെ കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അല്ല കിഡിലൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ? ഓക്കെ അഷ്കർക്ക തുടങ്ങാല്ലേ? ഒരുപാട് കാലമായി നമ്മളിവിടെ വരുന്ന സമയത്ത് നമ്മൾ പുതിയ ഫോണുകൾ യൂസർ വീഡിയോ ഒരു പേടിയാ. സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് സാധനം തീർന്നിരിക്കും. തീർന്നു കഴിഞ്ഞാൽ രണ്ടാമത് കൊടുക്കാൻ ഞാൻ തന്നെ കഷ്ടപ്പെടേണ്ടി വരും. കാരണം അതുകൊണ്ട് ഓഫറിൽ കൊടുക്കാനുള്ള സാധനം കയ്യിൽ വരാത്തതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ നല്ല സ്റ്റോക്ക് നമുക്കിപ്പോൾ പെരുന്നാളായിട്ട് നല്ല സെയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ പീസ് നമ്മൾ ഇങ്ങനെ കൊടുത്തപ്പോൾ എക്സ്ചേഞ്ച് ആയിട്ട് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കസ്റ്റമർ കയ്യിൽ നിന്ന് വന്ന സ്റ്റോക്കാണ്. നല്ല കിടിലം പോലത്തെ എന്താ പറയാ നല്ല പണിത്തൂക്കുള്ള സാധനമാണ് അത്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ നമ്മളിപ്പോൾ പുതിയ ബ്രാൻഡ് ന്യൂ ഫോണിന്റെ വീഡിയോ ചെയ്യണം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താണ് യൂസർ ഫോണിന്റെ വീഡിയോ ചെയ്യാറുണ്ട്. ഉത്തരം നമ്മൾ 2 മാസത്തിന്റെ മുകളിൽ നമ്മൾ യൂസർ ഇപ്രാവശ്യം നിങ്ങൾക്ക് തരാൻ പോകണ്ട. അപ്പോൾ ഒരു യൂസർ ഫോണിന്റെ വീഡിയോ മാത്രമല്ല, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു യൂസർ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നോക്കണം, അല്ലെങ്കിൽ ഏതൊരു രീതിയിലാണെന്നൊക്കെ. അപ്പോൾ ഇവർക്ക് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പുതിയ ഫോണുകൾ വാങ്ങാൻ വരുന്ന നേരത്ത് ഒരുപാട് കാര്യങ്ങൾ വാങ്ങാൻ നേരത്ത് അല്ലേ? അതെ തീർച്ചയായും വാങ്ങാൻ നേരത്ത് നിങ്ങൾ നോക്കൂ, ചെക്ക് ചെയ്യുമ്പോൾ അല്ലേ? വാങ്ങുന്ന സമയത്ത് ഞങ്ങൾ കസ്റ്റമർ ഇപ്പോൾ സാധനം തരുമ്പോൾ ഞങ്ങൾ ആദ്യം ശരിക്കും നോക്കൂ. അതെല്ലാം കണ്ടീഷൻ ഓക്കെയാണ്. നല്ല റേറ്റ് കൊടുത്തിട്ട് കസ്റ്റമർ വാങ്ങും. കാരണം ആ ഒരു സാധനം വാങ്ങാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇത്രയും വില കുറച്ച് കൊടുത്തിട്ട് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നല്ല തന്നെ കിട്ടണം എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഓക്കെ മാത്രമേ സെൽഫ് കയറ്റും. അപ്പൊ ഏത് ആദ്യം കൊടുക്കണേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ 6 മാസമായി ഒരു സാധനം വിൽക്കാത്ത ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ സാധനം വന്നിട്ടുണ്ട്. നല്ല സാധനം 1 2 3 4 നമ്മളെ പോർട്രേറ്റ് ആദ്യമായിട്ട് വന്ന 7+ ബിഗ് സ്ക്രീന് ഇപ്പോഴും ആരാധകന് ഒരു കുറവില്ലാത്ത ഒരു സാധനമാണ്. പക്ഷെ 6 മാസത്തോളം ഞാൻ വിൽക്കാത്ത വേറൊന്നല്ല, നല്ല സാധനം കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പൊ നല്ല കനൽ പോലത്തെ സാധനം വന്നിട്ടുണ്ട്. 1500-2000 ദിർഹത്തിന് നമ്മൾ വീഡിയോ പണ്ടെടുക്കുന്ന സമയത്ത് നല്ല കണ്ടീഷൻ സാധനം 7+ ആണ്. നല്ല ഒറിജിനൽ സാധനം കിട്ടിയിട്ടുണ്ട്. ഒറിജിനൽ സാധനം വന്നിട്ടുണ്ട്. ബാറ്ററിന്റെ കാര്യത്തിൽ മാത്രം പറയാൻ പറ്റില്ല, കാരണം 5-8 വർഷം മുന്നുള്ള സാധനമാണ്. അതുകൊണ്ട് ബാറ്ററിന്റെ കാര്യത്തിൽ മാത്രം ബാറ്ററി ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് മാറ്റാം, കണ്ടിന്യൂ ഉപയോഗിക്കുന്നതിന് ഒരു ബാറ്ററി ഉണ്ട്. ഏകദേശം ഒരു 70 മുതൽ മേലോട്ട്. നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ പണ്ട് ഒരു വാക്ക് പറയുന്നുണ്ട്, ബൂസ്റ്റ് ചെയ്യുന്ന പരിപാടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി. കസ്റ്റമർ വേണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി ചെറിയ പൈസ 50-100 ദിർഹംസിനൊക്കെ നല്ല ബാറ്ററി കിട്ടുന്നുണ്ട്. വേണ്ടാക്ക് മാറ്റി കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ 7+ എത്ര 128 GB എത്ര പ്രൈസ് കൊടുക്കാം? നമുക്ക് നല്ല സാധനമാണ്, ഒറിജിനൽ ആണ്. 499 ദിർഹംസിന് 499 ദിർഹത്തിന് ഐഫോൺ 7+ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ഓഫർ ഇട്ടാൽ വെച്ചാൽ വരെ. അതുപോലെ തന്നെ നമ്മളിതാ ഒരു 130 ദിർഹത്തിന് ഫോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴും എന്താ പറയാ, ചില ആളുകൾ സെക്കൻഡ് ഹാൻഡ് ഒരു സ്റ്റൈലിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ സിം ഇട്ട് വെക്കാൻ ഇത് നമുക്ക് ബെസ്റ്റ് റേറ്റ് കൊടുക്കാം. 130 കൊടുക്കാം. 132 GB ഐഫോൺ SE ഉണ്ട്. 130 ദിർഹത്തിന് നിങ്ങൾക്ക് കിട്ടും. സെക്കൻഡ് ഫോൺ ആയിട്ട് ജസ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഇതും പറഞ്ഞു, 7+ പറഞ്ഞു. അടുത്ത നേരെ എക്സിലേക്ക് പോവാം. ഐഫോൺ X. ഓക്കെ, ഐഫോൺ X ആണ് എടുക്കുന്നത്. നല്ല സാധനം ഐഫോൺ X ബ്ലാക്കും വൈറ്റും. ഐഫോൺ X ബ്ലാക്കും വൈറ്റും ഉണ്ട്. എത്ര GB ആണ്? 256 ആണ്. 256 GB. 256 GB നിങ്ങൾക്ക് നല്ല കിടിലൻ പ്രൈസ്. എത്ര പ്രൈസ് കൊടുക്കാം? ഇത് നമുക്ക് ഒരു 699 699 ദിർഹത്തിന് ഐഫോൺ X നിങ്ങൾക്ക് കിട്ടും. 256. ഓക്കെ, ഇതിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഇൻഫർമേഷൻ തന്നെ തുടങ്ങാം അല്ലേ? അപ്പൊ ഇതിലല്ല, അടുത്ത് തുടങ്ങാം അല്ലേ? അടുത്ത് തുടങ്ങാം. എടുത്ത് പറയേണ്ട കാര്യം, നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഡിസ്പ്ലേ മാറ്റിയതും അങ്ങനെയൊക്കെ കിട്ടും. ഇത് ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. ധൈര്യത്തിൽ വാങ്ങാം. ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ചേഞ്ചും കാര്യം, കാരണം കുറച്ച് പഴയതാകുമ്പോൾ എന്തായാലും കുറച്ച് ഇത് വരും, റിപ്പയറും കാര്യം വരും. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഒരു റിപ്പയറും ഇല്ല. നല്ല ഒറിജിനൽ പക്ക ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് ഡിസ്പ്ലേ
ഡിസ്പ്ലേ മാറി കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി പോയി. പക്ഷെ ഇത് നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങാം, ഡിസ്പ്ലേ മാറാത്ത ഒറിജിനൽ സാധനമാണ്. ഒറിജിനൽ സാധനം വിശ്വസിച്ച് വിശ്വസിച്ച് വാങ്ങാം. ഓക്കെ, ഡിസ്പ്ലേ അപ്പൊ ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ടോ ജസ്റ്റ് നോക്കാം. ഡിസ്പ്ലേ മാറ്റാൻ നമ്മൾ നോക്കിയാലേ അറിയാൻ പറ്റും. കാരണം കുറച്ചൊക്കെ നമുക്ക് ഇപ്പൊ വെച്ചാൽ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ തരികടിയും ഇതിന്റെ കൂടെ തന്നെ കൂടുകയാണ്. കാരണം നമ്മൾ എത്ര നെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് ജസ്റ്റ് നോക്കാം. കാരണം അതൊക്കെ നമ്മൾ ട്രൂ ടോൺ നോക്കിയാൽ മനസ്സിലാവും, കളർ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതും ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ചെറിയ ആൾക്കാർ വാട്ടർ പ്രൂഫ് ആണ് നോക്കിയത്. വാട്ടർ പ്രൂഫ് ഗ്ലൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ വേണ്ട, ഒറിജിനൽ വാട്ടർ പ്രൂഫ്. പിന്നെ വെള്ളം കയറിയില്ല. പിന്നെ നോക്കിയാൽ നമ്മള് സ്ക്രൂലാണ്, സ്ക്രൂ മാറ്റുന്നേ ഇല്ല, സ്ക്രൂ അയക്കുന്ന പോലും ഇല്ല, തൊടുന്നില്ല. ഇപ്പൊ ഒന്നുകിൽ ഫ്രണ്ട് അല്ല ബാക്കാണ് അയക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ള നമുക്ക് എന്തൊക്കെ വീഡിയോ സെന്ററിൽ പറയാം. ഇതൊന്നുമില്ല, നമുക്ക് ഇത് ട്രൂ ടോൺ പണ്ട് ചെക്ക് ചെയ്താൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എഴുതാം. ട്രൂ ടോൺ ഒന്ന് നോക്കുമ്പോൾ ഈ ഒരു ബട്ടൺ വർക്ക് ചെയ്യണം. പിന്നെ ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്കൊരു കളർ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പം ജസ്റ്റ് നോക്കിയതാ, ഈ ഒരു കളർ നോക്കുമ്പോൾ തന്നെ ഷെയ്ഡ് ആയിട്ടുണ്ടാവും. ഇതിൽ ഒരു പ്രശ്നമില്ല, കറക്റ്റ് വൈറ്റ് ആണ്. ഇനി യെല്ലോ ഇതായിട്ട് അല്ലെങ്കിൽ ഒരു ഓറഞ്ച്, ഒരു പിങ്ക്, അതൊക്കെ ഒരു ഷെയ്ഡായിട്ട് വരികയാണ്. സംഭവം ഡിസ്പ്ലേ പോയതായിരിക്കും. അതായത് ഒന്ന് ചായനായത്, അതായത് എന്താ പറയാ, ഏകദേശം ടൈം ആയിട്ടുണ്ട്, ഇപ്പൊ അടുത്ത് പോകുന്നുള്ള മെസ്സേജ് ആണ് അത്. അപ്പൊ ആ ഒരു കളർ വരികയാണെങ്കിൽ പ്രത്യേകം ഡിസ്പ്ലേ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ചില ആൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് 1 മാസമായിരിക്കും 2 മാസം ഡിസ്പ്ലേ പോയി എന്നൊക്കെ പറയില്ല. അതിന്റെ കാരണം അതാണ്. ഡിസ്പ്ലേ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു 3 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 3 കളർ ഒരിക്കലും വരാൻ പാടില്ല. അധിക ഡിസ്പ്ലേ ചിലതൊക്കെ നമ്മൾ തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഡിസ്പ്ലേ ഒരു കളർ എടുക്കുന്ന ടൈമിൽ എന്തായാലും ഒന്നുകിൽ മഞ്ഞ, അല്ലെങ്കിൽ ഓറഞ്ച്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ യെല്ലോ കളർ, ഈ 3 കളർ നമ്മൾ അതിൽ കാണാനേ പാടില്ല. അത് വരുന്നുണ്ടെങ്കിൽ മെല്ലെ കയറി വരുന്നതാണ്. പിന്നെ ഒറ്റയടിക്ക് തന്നെ അത് പിന്നെ അങ്ങ് ഔട്ട്. ഇതിന് വരുന്നത് നമുക്ക് എക്സ് ആണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ 699 കൊടുക്കാം. ഇതുവരെ എക്സ് വരെ നമുക്ക് അപ്ഡേഷൻ ഇല്ല. ഇതിനെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അത് നമ്മൾ പ്രത്യേക ആൾക്ക് അറിയില്ല. അതായത് ഇപ്പം പുതിയൊരു അപ്ഡേറ്റ് വന്നു വെച്ചാൽ ഗൂഗിൾ പേ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആൾക്ക് കണ്ടിന്യൂ ആയിട്ട് പോവാം. ഒരു തവണ എങ്ങാനും ഇതിൽ ഡിലീറ്റ് ചെയ്ത് പോയാൽ പിന്നെ എക്സ് വരെയുള്ള ഒരു ഒറ്റ ഫോണിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഇതിന് മുകളിലോട്ട് പറ്റും. എക്സിന്റെ മുകളിലോട്ട് എക്സസ് മുതൽ പറ്റും. എക്സ് വരെയുള്ള ആരും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിന് ഒരു കാരണവശാലും ഗൂഗിൾ പേ ഡിലീറ്റ് ചെയ്യരുത്. ഡിലീറ്റ് ചെയ്താൽ രണ്ടാമത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. എക്സിന് താഴെയുള്ള എക്സ് മുതൽ എക്സിന് താഴോട്ടുള്ള. ഇനി നമുക്ക് എക്സസിലേക്ക് പോകാം. എക്സസ് ആണെങ്കിൽ നമുക്ക് ഇത് സെയിം സാധനം തന്നെ. എക്സസ് നമുക്ക് അതിൽ ഒരു ഇ സിം കൂടി എക്സ്ട്രാ ഇടാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതാണ്. അടുത്ത അപ്ഡേഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. അതും ഒരു പ്രതീക്ഷയാണ്. പക്ഷെ അതുകൊണ്ട് എക്സസ് വലിയൊരു കുഴപ്പമുണ്ടാവില്ല. അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ 700-750 റംസിന് നല്ല സാധനം തന്നെ കിട്ടും. അടുത്ത നമുക്ക് നേരെ 11ലേക്ക് പോവാം. അടുത്ത 11 ഓക്കെ 11 തരും. എത്ര GB എടുക്കുക? 4 എത്ര 11 വേണമെങ്കിലും ഉണ്ട്. അപ്പൊ ഒരു 11 എത്രയായാലും 128 എത്ര എടുക്കുക? 128 ആണ്. 2 റേറ്റ് ഉണ്ട്. അത് നമുക്ക് 80 താഴെ ബാറ്ററി. ഓക്കെ, സർവീസ് ബാറ്ററി ആണെങ്കിൽ നമുക്ക് 899 രൂപ കൊടുക്കാം. 899 80 താഴെ ബാറ്ററി കൊടുക്കും. 80 മുകളിലാണെങ്കിൽ നമുക്ക് 999 കൊടുക്കാം. 999 മുകളിൽ 128. അപ്പൊ 256 ആണ്. ഒരു 200 ദിവസം വ്യത്യാസമുള്ളൂ. ഇതിലിപ്പോ ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു കാര്യം ചോദിക്കണേ, ഇപ്പൊ പല ഫോണുകളിലും ഇപ്പൊ നമ്മുടെ ഇതിൽ മെസ്സേജ് വരിക എന്നൊരു പരിപാടി ഉണ്ട്. അതെന്ത് സംഭവം? മെസ്സേജ് വരുന്ന 2 കാര്യമുണ്ട്. 2 മെസ്സേജ് നോക്കണം. ഒന്ന് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മെസ്സേജ് മാറ്റുന്നുണ്ട്. ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ കറക്റ്റ് ജെന്യൂൻ പാട്ട് തന്നെ കാണിക്കും. ആ സംഭവം നിങ്ങൾ ധൈര്യത്തിൽ വായിക്കും, പറ്റും, ഒരു കുഴപ്പമില്ല. ജെന്യൂൻ പാട്ട് അത് തെറ്റിദ്ധാരണയാണ്. ജെന്യൂൻ പാട്ട് എന്ന് വെച്ചാൽ ആപ്പിൾ സ്റ്റോറിൽ തന്നെ മാറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾ അത് വാങ്ങുമ്പോൾ ചില ഷോപ്പിൽ നിന്ന് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ചില ഇവിടുന്ന് മാറ്റുന്ന കറക്റ്റ് വാട്ടർ പ്രൂഫ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ വാട്ടർ പ്രൂഫ് ഉണ്ടോ നോക്കിയിട്ട് വാട്ടർ പ്രൂഫ് ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ വാങ്ങിക്കോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ആപ്പിൾ സ്റ്റോറിൽ മേടിക്കണമെങ്കിൽ വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് ചില എന്താണെന്ന് അറിയില്ല. ചിലത് വരുന്നതൊക്കെ വാട്ടർ പ്രൂഫ് ഇല്ലാണ്ട് വരുന്നുണ്ട്. അത് എന്താ സംഭവം എനിക്കും അറിയില്ല. ആപ്പിൾ സ്റ്റോറിൽ മാറ്റുന്ന തന്നെ അത് ചില സ്റ്റോറിന്റെ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ഏകദേശം ഓൾമോസ്റ്റ് വാട്ടർ പ്രൂഫിലെ വരുന്നത്. ചിലപ്പോൾ വേറെ ആരെങ്കിലും എന്തിനോ കാര്യത്തിന് വേണ്ടി അയച്ചോ ഇല്ലെന്ന് അറിയില്ല. പക്ഷെ ചില സാധനങ്ങൾ കൈ കിട്ടുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ജെന്യൂൻ പാട്ട് ഞാൻ വിൽക്കൽ വളരെ കുറവാണ്. കസ്റ്റമർ കയ്യിൽ നിന്ന് വന്നിട്ട് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതും എനിക്കത്ര ഒരു ഇഷ്ടം കുറവാണ് ജെന്യൂൻ പാട്ട് എടുക്കാൻ. പക്ഷേ ജെന്യൂൻ പാട്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആരും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തിൽ എടുത്തോളൂ. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു കാരണം ജെന്യൂൻ പാട്ട് എന്ന് പറയുമ്പോൾ വേറെ ഉണ്ട്. മെസ്സേജ് തന്നെ അതിൽ മെസ്സേജ് നമുക്ക് എബൌട്ട് പോയാൽ ഇതൊക്കെ കാണിക്കുക. അതിൽ തന്നെ പോയി കഴിഞ്ഞാൽ ജെന്യൂൻ പാട്ടിന് പകരം അൺനോൺ എന്ന് പറഞ്ഞിട്ട് ഇത് വരിക. അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. അതായത് ഷോപ്പുകാർ അല്ലെങ്കിൽ വേറെ സ്വന്തം തന്നെ ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു സംഭവം. പക്ഷെ ഇതിന്റെ കൂടെ തന്നെ വേറൊന്നുണ്ട്. അതിലും തരികണ ഞാൻ പറഞ്ഞ പോലെ സംഭവം. നമ്മളിപ്പോ ഒരു ബാറ്ററി ചേഞ്ച് ആക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടല്ലേ ബാറ്ററി ചേഞ്ച് ആക്കി തന്നെ അത് പാർട്ടി ചേഞ്ച് ആക്കി അതിന്റെ അർത്ഥം വരുന്നത് വേറൊന്നല്ല. നമ്മൾ ആപ്പിൾ സ്റ്റോറല്ല,
അതർ പാർട്ടി അത് ചേഞ്ച് ആക്കി തന്നെ വരുന്നത്. പക്ഷെ അത് നമ്മൾ ചേഞ്ച് ആക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ICU പോയിട്ട് ഒരു വർക്ക് ഉണ്ട്. അതൊന്നും ശരിക്കും തുറന്ന് പറയാൻ പാടില്ല. പക്ഷെ നമുക്ക് സംബന്ധിച്ചോളം എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്, നമുക്കൊന്നും മറച്ചു വെക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഇത് സംഭവം വെച്ചാൽ ICU വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഒന്നും കാണിക്കില്ല, നിങ്ങൾ അതും കാണിക്കൂല, ജെന്യൂൻ പാർട്ടും കാണിക്കൂല, ഒന്നും കാണിക്കാതെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ന് നിലവിലുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ചോദിക്കാനുള്ള കാര്യം തന്നെ. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ മെസ്സേജ് ഇപ്പോൾ ഫോണിൽ എടുക്കുമ്പോൾ അതിൽ ഫോണിൽ മെസ്സേജുകൾ ഒരുപാട് പേരുണ്ട്. അതൊന്ന് ജസ്റ്റ് ആ ഡിസ്ക്രിപ്ഷൻ പറയണമെന്ന് പറഞ്ഞത് അത് നമ്മൾ ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അൺനോൺ പാർട്സ് മെസ്സേജ് വരും, അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിന്റെ മെസ്സേജ് വരും. ആപ്പിൾ സ്റ്റോറിന്റെ എന്തായിരുന്നു പറഞ്ഞത്? ആപ്പിൾ സ്റ്റോറിന്റെ നമുക്ക് വരുന്നത് ജെന്യൂൻ പാർട്സ് വരും, ഈ രണ്ട് വരും. അപ്പൊ ജെന്യൂൻ പാർട്ട് ആപ്പിൾ സ്റ്റോറിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു ഇതില്ല. പക്ഷെ മറ്റേ അൺനോൺ പാർട്സ് ആണെങ്കിൽ ഷോപ്പുകാർ മാറ്റിയതായിരിക്കും, പ്രൈസ് കുറയും. അൺനോണിന്റെ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അൺനോണിന്റെ വരുന്ന ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് കാര്യമുണ്ട്. ചിലത് കണ്ടില്ല എന്ന് വെച്ചിട്ട് ബാറ്ററി കൂടുതൽ കാണുന്നത് രണ്ട് കാര്യമായിരിക്കും. ഒന്നുകിൽ ബാറ്ററി ചേഞ്ച് ആക്കിയിട്ട് ICU വർക്ക് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ബാറ്ററി ബൂസ്റ്റ് ചെയ്തായിരിക്കും. ഈ രണ്ടും ചെയ്യാതെ ഒരിക്കലും ബാറ്ററി കൂടുതൽ കിട്ടില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഒരു പീസ് പോലും അതിൽ 80-90 മേലെ ഇല്ല. കാരണം ഇത് എന്തായാലും 4 വർഷം ഉപയോഗിക്കും. നമ്മളൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന എന്തായാലും 2-3 വർഷം ഉപയോഗിക്കുമ്പോൾ എന്തായാലും ബാറ്ററി കുറഞ്ഞിരിക്കും. പഴയ ബാറ്ററി ഒക്കെ വളരെ ഇത് ചാർജിങ് കുറവാണ്, പവർ കുറവാണ്. ഇപ്പോഴുള്ള iPhone 15 മുതലാണ് അത്യാവശ്യം നല്ല ബാറ്ററിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വന്ന ഒരൊറ്റ ഫോണിൽ പോലും കുറച്ച് വരാൻ തുടങ്ങി. ഒറ്റ ഫോണിൽ പോലും ഒരു 98-99 അതിന് താഴോട്ട് പോയിട്ടില്ല. കാരണം ഇപ്പോഴുള്ള എല്ലാ ബാറ്ററി നല്ല പവറിൽ ഇറങ്ങുന്നത്. 15 മുതൽ 15 അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറയണോ, ഇപ്പോൾ 14 എടുക്കണോ അല്ലെ 15 എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ പല ആളുണ്ട്. അപ്പോൾ ഇപ്പൊ പുതിയ വന്ന അപ്ഡേഷൻ പ്രകാരം എല്ലാ അപ്ഡേറ്റും കാര്യം കിട്ടും. പക്ഷെ ഇനി അപ്ഡേറ്റ് എല്ലാം ഫുൾ അപ്ഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 15 മുകളിലേ കിട്ടുള്ളൂ. 15 സീരീസിന്റെ മുകളിലേ കിട്ടുള്ളൂ. അതുകൂടെ എല്ലാവരും ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ iPhone 11 പറഞ്ഞു, കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്തു. അടുത്ത നമുക്ക് നേരെ 11 പ്രോയിലേക്ക്. 11 പ്രോ തരൂ. 11 പ്രോ ഇതാ. ഓക്കെ 11 പ്രോ. 11 പ്രോ 1 2 എത്ര കളറാണ്? ഗോൾഡ് എല്ലാ കളറും ഉണ്ട് അല്ലേ? അതാ എത്ര പീസ് ഉണ്ട്? 11 പ്രോ ഉണ്ട്. 11 പ്രോ എത്രയ്ക്ക് കൊടുക്കാം? 11 മഞ്ഞ അടക്കമുണ്ട് കേട്ടോ. 11 മഞ്ഞ അടക്കമുണ്ട്. 11 പ്രോ എത്രയ്ക്ക് കൊടുക്കാം? 11 പ്രോ നമുക്ക് 256 GB ആണ്. അത് നമുക്ക് ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം. അതായത് 80 താഴെ ബാറ്ററി ആണെങ്കിൽ 999 റംസിന് 80 താഴെ ബാറ്ററി. 11 പ്രോ. അതെ, 80 മുകളിലാണെങ്കിൽ 100 റംസ് എക്സ്ട്രാ കൊടുത്താൽ മതി. 100 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ 1099 നിങ്ങൾക്ക് എത്ര GB? 256 256. 512 ഞാൻ സെയിം പറഞ്ഞ പോലെ 200 വ്യത്യാസം വരും. 200 ദിർഹംസ് 200 ദിർഹം കൂടെ കൂട്ടി കഴിഞ്ഞാൽ 1299. 1299 512 GB 11 പ്രോ നിങ്ങൾക്ക് കിട്ടും അച്ഛാമരെ. ഓക്കെ ഡൺ. അടുത്ത് നമുക്ക് നേരെ 11 പ്രോ മാക്സിലേക്ക് പോകാം. ഓക്കെ 11 പ്രോ മാക്സിൽ വരട്ടെ. 11 പ്രോ മാക്സ് ഇതാ. 11 പ്രോ മാക്സിൽ എന്ന് അടുത്ത് ചോദിക്കട്ടെ ഞാൻ ചുറ്റും. 11 പ്രോ മാക്സ് അല്ലേ? 11 പ്രോ മാക്സ് 13 14 അതാണ് നമുക്ക് ബിഗ് സ്ക്രീൻ ആണ്. പിന്നെ പ്രത്യേകം 11 പ്രോ മാക്സ് 11 പ്രോ 3 കണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രിക്കണ്ണ രാജാക്കന്മാർ. ഇതിൽ എന്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ബാറ്ററി ബൂസ്റ്റിംഗ് ഒരുപാട് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ ഈ സീരീസിനൊക്കെ ബൂസ്റ്റിംഗ് ഉണ്ടാവോ? എല്ലാത്തിനും ഉണ്ട്. iPhone 7 മുതൽ നിങ്ങൾക്ക് എല്ലാ ബാറ്ററിയും ബൂസ്റ്റ് ചെയ്യാം. അപ്പൊ 100% വിശ്വസിച്ച് ഇവിടുന്ന് ഒരാൾക്ക് ബൂസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ധൈര്യത്തിൽ വാങ്ങാം. ഞാൻ നിങ്ങൾക്ക് വാറന്റി അടക്കം തരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ വാറന്റി ധൈര്യത്തിൽ തരുകയും ചെയ്യും. കാരണം വെച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ ചില ആൾ പറയുന്നുണ്ട്, ഞാൻ ചില സ്ഥലത്ത് എടുത്ത് ബൂസ്റ്റ് ഒന്നുമില്ല 85 കാണുന്നുണ്ട്, 90 കാണുന്നുണ്ട്, പക്ഷെ അതിന്റെ ബാറ്ററി നിൽക്കുന്നില്ല. ബാറ്ററി നിൽക്കാതിന്റെ കാരണം 6 മാസം ചെയ്ത് കഴിഞ്ഞാലും അത് ബൂസ്റ്റ് ചെയ്യുന്ന ചിപ്പ് ഇട്ടിട്ടാണ് കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉണ്ട്, കളഞ്ഞിട്ടില്ല. ഈ ഒരു ചിപ്പ് ഉണ്ട്, ഉണ്ട്. ഈ ഒരു ചിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും 6 മാസം വരെ നിങ്ങളെ ബാറ്ററി കുറയൂല. സാധാരണ ഉപയോഗിക്കുമ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞ 2, 3, 5 ഇങ്ങനെ കുറയും. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ 6 മാസം വരെ, അല്ലെങ്കിൽ 3 മാസം ഏറ്റവും കുറഞ്ഞത്. 3ന്റെ ഉണ്ട്, 6ന്റെ ഉണ്ട്, 2 ചിപ്പ് വരുന്ന അതിൽ ഒരു ചിപ്പ് ഇത് 6 മാസത്തിന്റെ ആണ്, 3 മാസത്തിന് വരുന്നുണ്ട്. ആ ചിപ്പിന്റെ ടൈം കഴിയുന്നത് വരെ ഈ ബാറ്ററി കുറയില്ല. പക്ഷെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാറ്ററി വേഗം തീരുന്നതായിട്ട് കാണുകയും ചെയ്യും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം കൂടെ നമ്മൾ ബൂസ്റ്റിംഗ് എങ്ങനെയാണ് വരുന്നത്, അതില്ലാത്ത എങ്ങനെയാന്നൊക്കെ നമ്മളിത് ഇതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 11 പ്രോ എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് കൊടുക്കാം 1399 റംസിന് 80 ചൂടെ 1299 കൊടുക്കാം. 1299 ബാറ്ററി ഒരു 100 റംസ് കൂടുതൽ 1399. 100 ദിർഹം കൂടെ കൂടുതലാവുമ്പോൾ നിങ്ങൾക്ക് 1299 അതും കിട്ടും കേട്ടോ. 80 മുകളിലത് അത് 256 അല്ലേ? 256. നേരെ നമുക്ക് 5G പോയാലോ? ഓക്കെ, 5G നമ്മൾ പറഞ്ഞൊക്കെ 4G ആണ്. 5G തുടങ്ങുന്നത് 12 ഓക്കെ, 12ലേക്ക് പോവാണെങ്കിൽ ഒരുപാട് സാധനം വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് നിങ്ങൾ ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ഇതൊക്കെ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ ഈ സ്ക്രാച്ചിൽ ഏറ്റവും ഇങ്ങനെ സ്ക്രാച്ച് ഇല്ലാത്ത ശരിക്കും ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ ബാറ്ററി മാറ്റാം, ഒന്നും ചെയ്തില്ല. ഇതിന്റെ 80 താഴെയാണ് ചൂടിയാണ് ബാറ്ററി. കസ്റ്റമർ ഉപയോഗിച്ച പീസാണ്. ഒരു സ്ക്രാച്ചസോ ഒരു സംഭവമില്ല. കാരണം 12 സമയത്താണ് വേറെ സ്ക്രാച്ച് വരുന്നതാണ്. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു സംഭവമില്ല. കറക്റ്റ് കസ്റ്റമർ യൂസ് ചെയ്തിട്ട് തന്ന സാധനങ്ങളാണ്. നമുക്ക് ബെസ്റ്റ് പ്രൈസ് കൊടുക്കാം. 12 5G കൊടുക്കുന്നത് 80 ചൂടെ ബാറ്ററിയുള്ള എല്ലാ സാധനം 999 റംസിന് കൊടുക്കും. 999 iPhone 12 ഇട്ടോ 80 താഴെ
80 താഴെ ബാറ്ററി ഉള്ള 999 നിങ്ങൾക്ക് കിട്ടും. 128 അല്ലേ? 128. ഇതിന് 256 ഇതിന്റെ 80 മുകളിലാണെങ്കിൽ നമുക്ക് ഒരു 100 ദിർഹംസ് എക്സ്ട്രാ മതി. 100 ദിർഹംസ് 999 പ്ലസ് 100 കൂടെ കൂട്ടിയാൽ മതി. 80 മേലെ ബാറ്ററി കിട്ടും. 256 ആണ് സെയിം. നമുക്ക് 200 ദിർഹംസ് എക്സ്ട്രാ കൊടുക്കണം. 256 1399 നിങ്ങൾക്ക് 250 രൂപയും കിട്ടും കേട്ടോ ചമല. അപ്പൊ ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു മിനി കിട്ടണം അല്ലേ? 12 മിനി. അപ്പൊ അഷ്കർക്ക് പ്രത്യേകം എടുത്തിട്ട് വിലക്ക് നമുക്ക് ഇപ്പൊ 30 മിനി അതുകൊണ്ട് നമുക്ക് 30 മിനി കൊടുക്കാം. അന്ന് 30 മിനിയിൽ പിടിക്കാതെ. ഓക്കെ, അപ്പൊ 12ന്റെ അടുത്ത് ഏതാ? 12 നമുക്ക് 12 പ്രോയിലേക്ക് പോകാം. 12 പ്രോ 128 ഇല്ല, 256 ഉണ്ട്. ബെസ്റ്റ് ഓഫർ. അതെ, ഇതിന് 2 ടൈപ്പ് ഉണ്ട്. അതിന് സംഭവം വെച്ചാൽ ഇതിന് നമുക്ക് ഇതിൽ തന്നെ അങ്ങ് പറയാം, കാരണം കാണിക്കല അടുത്തതിൽ കാണിക്കാം. 12 മുതൽ നമുക്ക് ഇത്തവണ വരുന്നത് ഡോട്ട് വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യു എയിൽ തന്നെ എനിക്ക് തോന്നുന്നത് 2-3 കടയിൽ ഒഴിക്കും ഒരൊറ്റ കടയിൽ, യു എയിൽ തന്നെ, ദുബൈയിലല്ല, യു എയിൽ തന്നെ 2-3 കടയിൽ ഒഴിക്കും ഒരൊറ്റ കടയിൽ നിങ്ങൾക്ക് ഡോട്ടില്ലാത്ത ഫോൺ കിട്ടൂല. എല്ലാ ഷോപ്പിലും ഡോട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇറങ്ങുന്ന ഫോണിൽ 95% ഡോട്ട് ഉള്ളത് ഇറങ്ങുന്നുള്ളൂ. അത് ഫോണിന്റെ ഒരു കംപ്ലൈന്റ് ആയിട്ടല്ല, അത് സംഭവിച്ച അപ്ഡേഷൻ. നമുക്ക് കഴിഞ്ഞ അപ്ഡേഷനിൽ ഒരു പ്രശ്നം വന്നിരുന്നു. ഒരുപാട് ആൾക്കാർ ഡിസ്പ്ലേ പോയിട്ടുണ്ട് അപ്ഡേഷൻ ചെയ്തതിന് ശേഷം. അങ്ങനെയുള്ള ഒരു സമയത്ത് പല ആൾക്കാർ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ രക്ഷപ്പെട്ടിട്ടില്ല, ആരും രക്ഷപ്പെട്ടില്ല. 95% ആളുകൾക്കും പണി കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ ക്യാമറയിലാണ് പോയി പണി കിട്ടിയത്. ക്യാമറ നിങ്ങൾ പോർട്രേറ്റ് പോയിട്ട് നമ്മൾ അടുത്തത് കാണിച്ചു തരുന്നത്, പോർട്രേറ്റ് പോയിട്ട് നിങ്ങൾ 3x, അതും 1x 2x ഒഴിവാക്കിയിട്ട് 3x പോയിട്ട് വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഡോട്ട് കാണാൻ സാധിക്കും. ഡോട്ട്. അപ്പോൾ അതാ എന്താ പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ iPhone 12 മുതൽ മുകളിലേക്കുള്ള ഫോണുകൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ വയ്ക്കുന്ന ഡോട്ട്, ഇപ്പോൾ ഒരു ഫോട്ടോ ക്യാമറയിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡോട്ട് ഫോണാണ്. അതിനാണ് ഡോട്ട് ഫോണുകൾ എന്ന് പറയാം കേട്ടോ. അതിനാണ് ഡോട്ട് ഫോണുകൾ എന്ന് പറയാം. അങ്ങനെയാണ് ഒരുപാട് കടകളിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പ്രത്യേകിച്ച് പറയുന്നത് ചോദിച്ചാൽ, അങ്ങനെ ഡോട്ട് ഫോൺ ഇവിടെ വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ അങ്ങനെ മേടിക്കുകയാണെങ്കിൽ അതിന് പ്രൈസ് കുറച്ചിട്ട് കിട്ടും. അപ്പോൾ അതിന്റെ ചോദ്യം ഇതാണ്. അപ്പോൾ 12 പ്രോയിലാണല്ലേ? 12 പ്രോയിൽ വരുന്നത് 12 പ്രോ 13, 12 പ്രോ മാക്സ്, 13 പ്രോ, 13 പ്രോ മാക്സ്, 12 പ്രോ മുതലാണ് അങ്ങോട്ട് എല്ലാത്തിലും വരാൻ തുടങ്ങി. ഓക്കെ, ഇപ്പോൾ ഒരു 1-2 ഫോൺ അങ്ങനെ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ അത്ര ഒഴിവാക്കാൻ പറ്റാത്ത കസ്റ്റമർ ഉണ്ടാവും. അത് ഇപ്പൊ 13 പ്രോ മുതൽ 13. അപ്പോൾ 13 നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ ചോദിക്കണം എന്താ വെച്ചാൽ ഇതിന്റെ പ്രൈസ് എത്ര? ഇതിന്റെ ഇപ്പൊ 12 പ്രോന്റെ ഇത് നല്ല സ്റ്റോക്കാണ്. ഇത് നമുക്ക് 80 ചൂടുള്ള ബാറ്ററി ആണെങ്കിൽ 1299 കൊടുക്കാം. 1299 ഡോട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബൂസ്റ്റ് ചെയ്യാത്ത ഫോണിനെ കുറിച്ച് സംസാരിക്കേണ്ട. നമ്മൾ 250, ഇത് 80 മുകളിലാണ് ബാറ്ററി ആണെങ്കിൽ നമുക്കൊരു 1450, 1500 ഉള്ളിൽ കൊടുക്കാം. ആ ഒരു ലെവലിൽ 1400, 1450 നിങ്ങൾക്ക് 80 മുകളിൽ 256 GB 12 പ്രോ ഇട്ടാ. ഓക്കെ, 12 പ്രോ മാക്സ് ഉണ്ടോ? 12 പ്രോ മാക്സ് ഉണ്ട്. 12 പ്രോ മാക്സ് നമുക്ക് ഇത്തവണ 512 GB നല്ല ഓഫർ ഉണ്ട്. 512 GB കിട്ടില്ല ഓഫർ. അതെ, കിട്ടില്ല ഓഫർ. ഇത് ഇതേപോലെ തന്നെ നമുക്ക് ബെസ്റ്റ് സ്റ്റോക്ക് ആണ്. ഒരു ബൂസ്റ്റും കാര്യം ഒന്നും ചെയ്യാത്ത, അത് 512 1950, 1999 ഒരു 50 ദിർഹംസിന് വ്യത്യാസത്തിൽ 1950, 2000 ഉള്ളിൽ നമുക്ക് ഈ സാധനം കിട്ടും. 512 85ന്റെ മുകളിലാണ് എല്ലാ സാധനവും ബാറ്ററി ഉള്ളത്. എല്ലാ 85ന് മുകളിൽ ബാറ്ററി പെർസെന്റേജ് ഉള്ള 12 പ്രോ മാക്സ് കിട്ടില്ല ഓഫറിലാട്ടോ. പക്ഷേ 12 പ്രോ മാക്സ് കിട്ടില്ല എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ 13 പ്രോ 30 സീരീസ് നേരെ പോകാം. ഇതിൽ നമ്മൾ 2 കാര്യം പറയണ്ട. ഒന്ന്, 2-3 ഫോണുകൾ ഡോട്ടുള്ള ഫോണുകളുണ്ട്. അപ്പൊ അത് മാർക്കറ്റിൽ പ്രൈസ് കുറവ് ആയിട്ട് ഒരു സംഭവം വെച്ചത് പോലും ഫ്രണ്ടിൽ നമ്മൾ വെക്കൂല. ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഡോട്ട് ഇട്ട് വെച്ചിരിക്കാം. ഇത് ഡോട്ട് ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രൈസ് പറയുമ്പോൾ 50 രൂപ കൂടിയാലും നിങ്ങൾക്ക് 100% വിശ്വസിച്ച് മേടിക്കാൻ പറ്റും. എന്താ കാര്യം ചോദിച്ചാൽ, ഡോട്ട് ഇല്ലാത്ത, ബൂസ്റ്റ് ചെയ്യാത്ത, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള, എങ്ങനെയാണ് ആപ്പിൾ ഇറങ്ങുന്നത് അതേപോലുള്ള ഫോണുകൾ നിങ്ങൾക്ക് ഇവിടെ മേടിക്കാൻ പറ്റും. അപ്പൊ എന്താണ് ഡോട്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു നോക്കാം. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. ഇതൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ കാണാം. നമ്മള് ഫോട്ടോയിൽ പോയാൽ കാണാൻ പറ്റൂല, പോർട്രേറ്റ് തന്നെ പോകണം. പോർട്രേറ്റ് തന്നെ പോയി കഴിഞ്ഞാൽ ശരിക്കും കാണാം. 1x ഇല്ല, 2x ഇല്ല, 3x തന്നെ പോയിട്ട് നേരെ നോക്കിക്കോ. കാണുന്നുണ്ടോ? ഒരു ഫോട്ടോ എടുക്കാം നമുക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ നമുക്ക് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണുന്നുണ്ടോ? കറക്റ്റ് കാണുന്നുണ്ടോ ഡോട്ട്? ഇതാണ് ഡോട്ടുള്ള ഫോൺ. അപ്പൊ ഇതൊരു ചോട്ടെ, ഇതാണ് ഡോട്ടുള്ള ഫോൺ. അപ്പൊ ഈ ഫോൺ, ഇങ്ങനത്തെ ഫോണുകൾ വില കുറച്ചങ്ങൾ കിട്ടും. ഇപ്പൊ വില കുറച്ച് വരുന്ന ഫോണുകൾ മാത്രം, ഈ ഡോട്ടുള്ള ഫോണുകൾ മാത്രം നമ്മൾ പറയുന്നില്ല, പല കാറ്റഗറിയിലുണ്ട്. A+, A+, അങ്ങനെ പല. അത് നമ്മൾ എന്തായാലും അടുത്ത സെക്ഷനിൽ വരും. ഇപ്പൊ നമ്മൾ ഡോട്ടിനെ കുറിച്ച് പറഞ്ഞുതരാം. സംഭവം വെച്ചാല് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അയച്ചതിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ താഴെ വീണ് അങ്ങനത്തെ പ്രശ്നങ്ങളല്ല. ഇത് അപ്ഡേഷനിൽ വന്ന പ്രശ്നങ്ങളാണ്. ഇത് അയക്കാത്ത പീസാണ്, നല്ല അടിപൊളി പീസാണ്. ഒരു സംഭവമില്ല, ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, കംപ്ലൈന്റ് ഇല്ല, ഉപയോഗമൊക്കെ ചെയ്യാം. പക്ഷെ സംഭവം വെച്ചാൽ ഈ ക്യാമറയിൽ
അത്യാവശ്യം ക്ലാരിറ്റിന്റെ ഒരു വ്യത്യാസം വരാൻ ചാൻസ് ഡോട്ട് ഇപ്പൊ ചെറിയ ഡോട്ട് 1-2 ഡോട്ട് വന്ന പ്രശ്നമൊന്നുമില്ല. ഓവറായിട്ട് ഡോട്ട് വരികയാണെങ്കിൽ ഫോൺ എടുക്കുന്ന ഇപ്പൊ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ ഈ ഡോട്ട് മാറാനുള്ള സാധ്യത ഉണ്ടോ? അത് ചാൻസ് കുറവാണ്, കാരണം ഓൾറെഡി വന്നു കഴിഞ്ഞത് ഇനി മാറാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ ഡോട്ട് ഇപ്പോൾ ഒരെണ്ണം ആയിട്ട് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൂടാൻ സാധ്യത ഉണ്ടോ? കൂടാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ ചെറിയ ഡോട്ടൊന്നും വലുതാവില്ല, അങ്ങനെ തന്നെ കണ്ടിന്യൂ. ചില ഫോണിൽ ഒരു റയറായിട്ട് ചില ഫോണിൽ ഡോട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അതോടുകൂടി നമുക്ക് ഭാവിയിൽ ക്യാമറ ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ക്ലാരിറ്റിന്റെ വ്യത്യാസം വരും. വേറൊരു പ്രശ്നമില്ല, നോർമലായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കണമെന്നില്ല, എല്ലാവരും പോർട്രേറ്റ് തന്നെ എടുക്കണമെന്നില്ല. നോർമലായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ നല്ല സംഭവമാണ്, ഒരു കുഴപ്പമില്ല, ആരും ചെയ്തു എന്നല്ല. ഇത് ഓട്ടോമാറ്റിക് തന്നെ ഇപ്പം വരുന്ന 95%, ഞാൻ പറഞ്ഞില്ല 100 ഫോൺ വന്നാൽ 5 ഫോൺ മാത്രമേ ഡോട്ട് ഇല്ലാത്ത കിട്ടുള്ളൂ. ബാക്കി 95 ഫോണും ഡോട്ട് ഉള്ളതേ കിട്ടുള്ളൂ. നമ്മൾ തന്നെ കണ്ടിന്യൂ ഉപയോഗിക്കുന്ന ഫോണായിരിക്കും. നമ്മൾ സുപ്രഭാതത്തിൽ എടുത്ത് നോക്കുമ്പോൾ ഡോട്ട് കാണാൻ പറ്റും. അങ്ങനെ തന്നെ വരുന്ന ഓട്ടോമാറ്റിക് വന്നതാണ്, ആരും ഒന്നും ചെയ്തിട്ട് വന്നതല്ല. ഡോട്ട് ഇതിൽ തന്നെ വരുന്നത് ഒന്നത്. രണ്ടാമത് വരുന്ന ഇത് ശരിക്കും നമ്മൾ B+ എന്ന് പറയുന്നത്. ഇനി വേറൊരു C+, അതാണ് A+ എന്നാണ് എല്ലാവരും കൊടുക്കുന്ന സാധനം. C+, അത് അയച്ചിട്ട് ഞാൻ പറഞ്ഞ ബൂസ്റ്റ് ചെയ്തിട്ടും കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് എന്താ 14ലേക്ക് എത്തുമ്പോൾ നമുക്ക് ബാക്കി പറയാം. കാരണം ഇത് അയക്കുന്ന സംഭവം അയച്ചിട്ട് ഇത് മാറ്റാനുള്ള ഓപ്ഷൻ ഇപ്പൊ ഉണ്ട്. ഈ സംഭവം ഡോട്ട് ക്യാമറ എടുത്ത് ക്ലീൻ ആക്കിയാൽ വെറും 20 ദിർഹംസേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിയർ ആക്കാൻ പറ്റും. പക്ഷെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ തിരിച്ചറിയാന്ന് അത് ഇതുവരെ ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് നമ്മൾ ഡോട്ടുള്ളതിന്റെ വില കുറേ, കാരണം കുറഞ്ഞ പീസ് അധികമൊന്നും വന്നിട്ടില്ല. കസ്റ്റമർ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നല്ല ഫോണാണ്, ആരും കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമില്ല. അത് ചില ആൾ വാങ്ങുന്നുണ്ട്. 13 Pro അത് 13 Pro ഏകദേശം 13 സീരീസിൽ 13 Pro മാത്രമേ ഉള്ളൂ. 13 മുതലേ ഉണ്ട്. 13 ഉണ്ട്. അപ്പോൾ 13 Pro കണ്ടിട്ട് പറയാം. ഇതിന്റെ 13 Pro എത്രയ്ക്കാണ് ഡോട്ട് ഉള്ളത്? 13 Pro ഡോട്ടിലാണെങ്കിൽ ഞാൻ 1799 ദിർഹംസ് 259 1799 നല്ല ബെസ്റ്റ് പ്രൈസിൽ ഡോട്ടുള്ള ഫോൺ വരും. നല്ല സാധനമാണ്, ഒരു ഐക്കലും പിടിക്കലും ഒന്നും ചെയ്യാത്ത ഒറിജിനൽ ഫോണാണ് കൊടുക്കുന്നത്. ഇനി ഇതന്നെ നിങ്ങൾക്ക് ഡോട്ട് ഇല്ലാത്ത വേണമെന്നുണ്ടെങ്കിൽ 150-200 ദിർഹംസ് എന്തായാലും നിർബന്ധം. 200 കൂടി നല്ല മേടിക്കാനല്ലേ? നല്ലതാണ് 200 ദിർഹംസ്. കാരണം ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങുന്ന ഒരാൾക്ക് 200 ഒരു വിഷയമല്ല, കണ്ടിന്യൂ വാങ്ങാം. അപ്പൊ 1900 വരുന്നുണ്ടോ? 256 ശരിക്കും 1800-200 2000 ദിർഹംസ്. അതുകൊണ്ട് 1950 2000 ദിർഹംസിന് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഏകദേശം ബാറ്ററി അതുപോലെ തന്നെ നിങ്ങൾക്ക് 85 മുകളിലോട്ട് ബാറ്ററിയും കിട്ടും. 85 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് 1900 ഞാൻ തരുന്നതായിരിക്കും. 1900-2000 നല്ല ബാറ്ററി വിലന്റെ വ്യത്യാസം ശരിക്കും വരുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സ്റ്റോപ്പ് പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ തന്നെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് പേപ്പർ വെച്ച് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഡോട്ട് കാണാൻ സാധിക്കും. ഞാൻ ഉടനെ UAE ദുബൈയിൽ നല്ല UAE തന്നെ നിങ്ങൾക്ക് 2-3 കടയിൽ പോയിക്കുക ഡോട്ടില്ലാത്ത ഒരൊറ്റ ഷോ ആർക്കും വിൽക്കാൻ സാധിക്കില്ല. കാരണം അവർക്കാർക്ക് ഇത്രയും സ്റ്റോക്ക് കിട്ടൂല. എനിക്ക് തന്നെ അത്രയും സ്റ്റോക്ക് നിന്നാണ് കിട്ടുന്നത്. ഫോണ് ചെക്ക് ചെയ്ത് പല ആൾക്കും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ മടക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഇതാണ്, ഈ ഡോട്ട് വരുന്നതിനെ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് 2 ഇതിലാണ് ഫോണിൽ, ഒന്ന് 1900-നും ഒന്ന് 2000-നും. അത് ബാറ്ററി പെർസെൻറ്റേജിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ അതെന്താ പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾക്ക് 100% വിശ്വസിച്ചിട്ട് ഇത് മേടിക്കുക. ഡോട്ടോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യം ഇതിൽ വരുന്നില്ല. ആകെ ഇതിലൊരു 2 കാര്യം പ്രൈസിൽ 2 പോർഷൻ വരുന്നത് ബാറ്ററി പെർസെൻറ്റേജ് 80% താഴെ 80% മുകളിൽ. ഈ ഒരു കാര്യം മാത്രമാണ് ഈ ഫോണിന് വരുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാം. ചില ആൾ നമ്മൾ വില കൂട്ടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. നിങ്ങളെ കയ്യിൽ ഡോട്ടില്ലാത്ത ഫോൺ കൊണ്ടുവരാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് 1850-1900 റേഞ്ചിൽ ഞാൻ ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വിലയാസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്ന ആൾ തെറ്റിദ്ധാരണ. നിങ്ങൾ ആരെങ്കിലും കയ്യിലുണ്ട് കൊണ്ടുവന്ന് എനിക്കത് വേണം. കാരണം ഒരുപാട് ആളുകൾ വന്നിട്ട് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു 2 മാസം വീഡിയോ ഇടാണ്ടെന്നതിന്റെ കാരണം സ്റ്റോക്ക് കറക്റ്റ് കയ്യിൽ വരാത്തതുകൊണ്ടാണ്. എനിക്ക് സ്റ്റോക്ക് അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് സാധനം പോകുന്നത്, പക്ഷേ സ്റ്റോക്ക് കറക്റ്റ് കിട്ടുന്നില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതിനെ കൊണ്ട് വില കൂട്ടി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്കാന്നുള്ള ഒരു തെറ്റിദ്ധാരണ വേണ്ട. നിങ്ങളെ കയ്യിൽ ആരും കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വാങ്ങി നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക, വലുത് വേണമെങ്കിൽ വലുതെടുക്കുക. അതെല്ലാം ബ്രാൻഡ് അതിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെങ്കിൽ സെയിലും ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അടുത്ത അപ്പോൾ ഐഫോൺ 13 സീരീസിലേക്ക് പോകാം. 13 Pro പറഞ്ഞു. അപ്പൊ ഐഫോൺ 13 എല്ലാം ഏത് കളറും കൊണ്ട് ആ കളർ എല്ലാം തരും. ഇതെങ്ങനെ ഇത് മൊത്തം 13 ആണ് കേട്ടോ. അതാ ഐഫോൺ 13 ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മേടിക്കാം. ഓക്കെ, എത്രയ്ക്ക് നമുക്ക് കൊടുക്കാം? 13 നമുക്ക് 2 സിമ്മുകളുണ്ട്, 1 സിമ്മുകളുണ്ട്. 2 സിമ്മുള്ള ഒരു സിമ്മുള്ള ഐഫോൺ 13. ഇതിലും നമുക്ക് 13 2 വർഷമായിട്ടുള്ള, എന്നാലും അതിലും നമുക്ക് 18 താഴെ ബാറ്ററി ഉണ്ട്. 18 താഴെ ബാറ്ററി ചില ആൾക്കാർ നല്ല ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന സാധനം നമ്മൾ 1250 കൊടുക്കും. 1250. ഈ 2 സിം ഉണ്ടതിന് 1 സിം ഉണ്ടതിന് വ്യത്യാസമുണ്ട്. ചെറിയൊരു 100 ദിർഹംസിന് വ്യത്യാസം. 2 സിം ചില ഇപ്പൊ നമ്മൾ പ്രൈസ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ സിംഗിൾ സിം ആണ്. ഇനി ഡബിൾ സിം ആണെങ്കിൽ 80ന്റെ മുകളിൽ ബാറ്ററി ആണെങ്കിൽ 100 ദിർഹംസ് എക്സ്ട്രാ
കൊടുത്തേ. 100 dirhams extra കൊടുക്കണം. 18 മുകളിൽ ബാറ്ററി കിട്ടും. ഒരു 1350, 1400, 80 മുകളിൽ ബാറ്ററി കിട്ടും. ഇനി നിങ്ങൾക്ക് 2 സിം ഇടണേ, അത് 85 മുകളിൽ ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1500, 1550 നല്ല സാധനം കിട്ടും. 1500 കൊടുക്കുക, 1499 2 സിം ഇടുന്ന സാധനം കൊടുക്കാം. 1500 ദിർഹത്തിന് നിങ്ങൾക്ക് 2 സിം ഇടുക, 2 സിം ഇടുന്ന ഐഫോൺ 13 85 above ബാറ്ററി 85 എബോവ് ബാറ്ററി ഉള്ള നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതും ഗുണങ്ങളൊന്ന് നോക്കി വെച്ചോ. ഓക്കെ, അടുത്ത 30 മിനി 256 അതിനും കിട്ടില്ല റേറ്റ് കൊടുക്കാം. 1599 dirhams. പിന്നെ 250 വിളിക്കുള്ളത് 99 അത് ഡബിൾ സിം സിംഗിൾ സിം? അത് സിംഗിൾ സിം ആണ്. സിംഗിൾ സിം 1599 1599 സിംഗിൾ സിം. 2 സിം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 128 എടുക്കേണ്ടി വരും. 128 അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ സിം ഉപയോഗിച്ചാൽ ഈ സിം പറ്റില്ല. ഈ സിം ഉപയോഗിക്കാം, 2 സിമ്മിന് ഉപയോഗിക്കാം, ഒരു ഈ സിം ഒരു ഫിസിക്കൽ. ഓക്കെ ഡൺ. ഇനി 30 മിനിക്ക് പോകുമ്പോൾ 30 മിനിയിലേക്ക് ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം മിനി ചോദിച്ചിട്ടായിരുന്നു. മിനി ചോദിച്ചവർക്ക് വേണ്ടിട്ട് നമ്മൾ 30 മിനി കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം നോക്കി എങ്ങനെ ഉണ്ട് നോക്ക്, സാധനം എങ്ങനെ ഉണ്ട് നോക്ക്. അടിപൊളി സാധനം. 87% ബാറ്ററി, 86% ബാറ്ററി, 87, 90% വരെയുള്ള മിനി ഐഫോൺ 13 മിനി നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. വില പറയാണ്, ആദ്യം വരുന്ന കിട്ടും ഒരു 5 പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ. 1350 1350 ഐഫോൺ 13 വന്നോ. നല്ല കിടിലം ബാറ്ററിയാണ് കേട്ടോ. ആദ്യം വരുന്ന വലിയ വലിയ ബാറ്ററി നോക്കിയിട്ട് എടുക്കാം. 90-ലുണ്ട്, 88-ലുണ്ട്, 87-ലുണ്ട്. ഒരു ഡോട്ടോ ഒരു സ്ക്രാച്ചസും ഇല്ലാതെ തന്നെ കറക്റ്റ് കസ്റ്റമർ കയ്യിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് 13 മിനി. 30 മിനി നിങ്ങൾക്ക് ആരാധകർ ഉണ്ടെങ്കിൽ അടുത്ത നമുക്ക് 13 പ്രോയില് 256 പറഞ്ഞില്ല. 256 നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ 200 dirhams എക്സ്ട്രാ കൊടുക്കണം. 512 കിട്ടും. 2150 സ്റ്റാർട്ടിംഗ് പ്രൈസ്. 2150 ദിർഹം മുതൽ 512 GB ഐഫോൺ 13 പ്രോ സ്റ്റാർട്ടിംഗ് പ്രൈസ് കേട്ടോ. അപ്പൊ ഇത് ഡോട്ട് കാര്യങ്ങളോ ബൂസ്റ്റിംഗ് ഒന്നും ഇല്ലാത്ത നല്ല കിട്ടലിൻ ഫോൺ, പക്ക ഫോൺ ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് മാക്സിലും അതുപോലെ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. മാക്സിൽ എടുത്ത് പറയുകയാണ്, മാക്സിലാണ് ഏറ്റവും കൂടുതൽ ഡോട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ ഡോട്ട് ഇതുവരെ വന്നിരിക്കുന്ന ഒരു 100 ഫോൺ വന്നാൽ എനിക്ക് 98 ഫോണിലും മാക്സിൽ കംപ്ലൈന്റ് ആണ്. കറക്റ്റ് ആയിട്ട് മാക്സിൽ കംപ്ലൈന്റ്. ഞങ്ങളൊരു സ്റ്റാഫിന്റെ കയ്യിൽ മാക്സ് ആണ്, അവൻ ഒരു സംഭവം ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ഇപ്പൊ അടുത്ത കാലത്ത് ചെക്ക് ചെയ്ത ടൈമില് അവന്റെ ഫോണിലെടുക്കും. അതെ, അവിടെ ഞാൻ പറഞ്ഞ ആരും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടല്ല, ഈ അപ്ഡേറ്റിൽ വന്ന പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ ഒരു മാനുഫാക്ചറിംഗിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അറിയുന്നത്. പക്ഷെ അത് ഓരോ വർഷങ്ങൾ ക്ലിയർ ആക്കി പോകും. ആ ഒരു വർഷം ആർക്കും കാണാൻ സാധിക്കില്ല. ഒരു 1 ഇയർ ആപ്പിൾ പോലും വാറന്റി കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം എന്ത് വന്നാലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ആ പീരീഡ് കഴിഞ്ഞു, ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സാധനമാണ് വരുന്നത്. ഇത് ക്ലീൻ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്ലീനിങ്ങിന്റെ സംഭവം കൂടി ഇപ്പൊ നമുക്ക് ഇത് ഇതിന് ശേഷം പറഞ്ഞുതരാം. ഇത് നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാം. ഇത് 30 Pro Max നമ്മൾ ഈ പറഞ്ഞ ഡോട്ടുള്ള സാധനം 1-2 പീസ് ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് റേറ്റ് കൊടുക്കാം. 2250 കൊടുക്കാം. 2250 കൊടുക്കും. അടിപൊളി സാധനം, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാത്ത സാധനമാണെങ്കിൽ 80ന്റെ മുകളിൽ ബാറ്ററി ആണെങ്കിൽ 2400 കൊടുക്കും. 2500-ന് 85ന്റെ മുകളിൽ ബാറ്ററി കൊടുക്കും. 85ന്റെ മുകളിൽ ഒറിജിനൽ ഒരു ഡോട്ടും ഇല്ലാത്ത ധൈര്യത്തിൽ നിങ്ങൾക്ക് വാങ്ങാം. 2500 ദിർഹം 85 എബോവ് ബാറ്ററി. ഇത്രയും പറയുന്നത് വെച്ചാൽ വിലന്റെ ഒരു വ്യത്യാസം എനിക്ക് തന്നെ നല്ലോണം അറിയാം. കാരണം ഞാൻ തന്നെ ചിലപ്പോൾ ഞെട്ടിപ്പോ ഇതേ സാധനം ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ 13 Pro 2000 dirhamsന് വരെ കൊടുക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണം നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയുന്നത്, നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ കൊണ്ടുവന്ന് ഞാൻ തരാം. കാരണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ അതിൽ പ്രശ്നങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്രയും ഉറപ്പായിട്ടാണ് പറയണത്. അപ്പോൾ നിങ്ങൾ ഒരു ഫോൺ മേടിക്കുന്ന സമയത്ത് 100% ചെക്ക് ചെയ്ത് 100% ഷുവർ ആയിട്ട് മാത്രം വാങ്ങിക്കുക. അപ്പോൾ അതാ ഐഫോൺ 13 Pro Max ഇപ്പോഴും മാർക്കറ്റിൽ ഇതിന് 85% ബാറ്ററി ഉണ്ടെങ്കിൽ, നല്ല സാധനമാണെങ്കിൽ, ക്വാളിറ്റി ഉള്ള ഐഫോൺ യൂസ്ഡ് ഫോൺ ആണെങ്കിൽ ഇപ്പോഴും മാർക്കറ്റിൽ നല്ല പ്രൈസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2500 dirhamsന് നിങ്ങൾക്ക് ഒറിജിനൽ സാധനം 13 Pro Max 512 വേണമെങ്കിൽ ഒരു 250 dirhams കൂട്ടിയാൽ 2250 ദിർഹത്തിന് കിട്ടും 13 Pro Max. അപ്പോൾ ഇത് ഒരു കാര്യം എന്താ ചോദിക്കാമെന്ന് ഞാൻ മറന്നുപോയി. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കാം. ഓക്കെ, അടുത്ത ഇനി നമുക്ക് ഡോട്ടിലേക്ക് എന്തോ എങ്ങനെ ക്ലീൻ ആക്കുന്നതും പറയാം. നമുക്ക് 40 സീരീസിൽ പറയാം അല്ലേ? 40 സീരീസ് പറയാം. ഓക്കെ ഡൺ. ഓക്കെ ഡൺ. എവിടെ അല്ല ഇതിൽ പറഞ്ഞിട്ട് പോവാ, കാരണം പിന്നെ വെയിറ്റ് ചെയ്യണ്ട, ഒരുപാട് വെയിറ്റ് ചെയ്യാം. നമുക്ക് അത് നോൺ ആക്റ്റീവ് ആണ് പറയാനുള്ളത്. നോൺ ആക്റ്റീവിന്റെ പറയുന്നുണ്ട്. 14 നോൺ ആക്റ്റീവ് ആണോ? 14 നോൺ ആക്റ്റീവ് വന്നിട്ട് 14 പ്രോയിൽ നോൺ ആക്റ്റീവ് ആണ്. ഓക്കെ, ഇതിൽ തന്നെ പറയാം. ക്യാമറ ഇതാണല്ലോ, 3 ക്യാമറ. ഇതാണ് സംഭവം. ഈ സംഭവത്തിൽ നമുക്കിപ്പം ഡോട്ട് നമ്മൾ കാണിച്ചു കൊടുത്തല്ലോ, ഇതിന്റെ ഉള്ളിൽ ചെറിയ
ഡോട്ട് കഴിയുന്നതാണ്. അതായത് എന്തെങ്കിലും ഒരു പൊടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എയർ പിടിക്കുന്നതാണ് സംഭവം. കുറച്ചൊക്കെ പ്രശ്നം വരുന്നത് ഈ സ്റ്റോക്കും കാര്യമൊക്കെ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ അത് എയർ പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവും. ആ എയർ പിന്നെ ബ്ലാക്ക് ആയി മാറും. അത് ക്ലീൻ ആക്കാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ സംഭവം ഇത് അയച്ചിട്ടാണ് ക്ലീൻ ആക്കുന്നത്. പക്ഷെ ഇത് ക്ലീൻ ആക്കാണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ചെയ്യുന്ന പരിപാടി ബാക്കാണ് റിമൂവ് ചെയ്യുന്നത്. ബാക്ക് റിമൂവ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. കാരണം ഇത് രണ്ടാമത് വേറെ ഒന്ന് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതെന്താ ഇത് രണ്ടാമത് വെക്കാൻ പറ്റൂല. അപ്പൊ വേറെ നോക്കാം. ഒന്ന് നമുക്ക് കളറിൽ മനസ്സിലാക്കാം. ഒരു ഷോപ്പിൽ ഒരു കുറച്ച് ഇപ്പൊ ഈ ഒരു 3 പീസ് ഇവിടെ കാണാം. ഈ 3 ഗോൾഡ് ഒരേ കളറാണ്. അതേസമയം 3 ഗോൾഡ് അല്ലെങ്കിൽ 4 വെക്കുമ്പോൾ ഈ സംഭവം രണ്ടാമത് വെക്കുന്ന ടൈമിൽ ഒരേ കളർ കിട്ടൂല. ഇതിന്റെ കളർ ഒറിജിനൽ കളർ പിന്നെ വാങ്ങാൻ കിട്ടുന്നില്ല. ചെറിയൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. നമ്മൾ ശരിക്കും നോക്കിയായി ഒരു വ്യത്യാസം പെട്ടെന്ന് അത് കണ്ടുപിടിക്കാം. ഏത് കളറും ഒന്നത്. രണ്ടാമത് നമ്മൾ ഈ 4 സൈഡിൽ കറക്റ്റായിട്ട് നോക്കിയാൽ ഈ ഗ്യാപ്പ് ഇവിടെ ഇപ്പൊ ഒരു ഇതുമില്ല. നമുക്ക് ഈ നാഗം കൊണ്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഒരു വ്യത്യാസം വരുന്നില്ല. ഈയുടെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവും കറക്റ്റായിട്ട്. അല്ലെങ്കിൽ ഒരു മുകളിൽ അല്ലെങ്കിൽ താഴോട്ട് ഒരു ലെവല് വ്യത്യാസം വരും. അതായത് മാറ്റിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലെവൽ വ്യത്യാസം അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് നമ്മൾ ശരിക്കും നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെയാണ് ഗ്യാപ്പ് കൂടുതലും വരാറ്. ചെറിയ ഗ്യാപ്പ് ഈ 4 ചുവടിൽ എവിടെയെങ്കിലും നമുക്ക് ഗ്യാപ്പ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഫ്രണ്ടില് ഗ്ലാസ് ഇപ്പൊ ഒരുപാട് സാധനം ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഒന്നെങ്കിലും സ്ക്രാച്ച് വരും. ഈ ഒരു ഗ്ലാസ്സിന് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ചേഞ്ച് ആക്കും. അല്ലെങ്കിൽ ഇത് നമ്മൾ ബഫ് ചെയ്യും. ബഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ ഏറ്റവും വില പറഞ്ഞ AKD എന്നൊരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് നമ്മൾ ഇതിനൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിനും ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഒട്ടിക്കുന്ന വെച്ചാൽ ഞങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടുന്നില്ലെങ്കിൽ ഇത് ബഫ് ചെയ്ത സാധനമാണ്. അത് അതായത് നമ്മൾ ചിപ്ലി ഇടുക നാട്ടിൽ ആശാരിമാർ ചിപ്ലി ഇടുക അതുപോലെ ഇത് ചിപ്ലി ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലെ സംഭവങ്ങൾ പോയി കിട്ടും. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ടച്ച് കിട്ടിയാൽ പോലും നമ്മൾ ഡിസ്പ്ലേ പെട്ടെന്ന് പോയി പോകും. ഒന്നത്. രണ്ടാമത്തെ പ്രശ്നം വരുന്നത് ഇതിന്റെ തന്നെ ഡിസ്പ്ലേന്റെ ഗ്ലാസ് അയച്ചു വേറെ ഗ്ലാസ് ഇടാം. പക്ഷെ രണ്ടാമത്തെ ഗ്ലാസ് ഇടുന്ന ടൈമിൽ ഞാൻ ഈ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ കറക്റ്റ് ഫിറ്റ് കിട്ടൂല. എവിടെയെങ്കിലും കറക്റ്റായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കറക്റ്റ് അറിയാൻ പറ്റും. നമുക്ക് തന്നെ നോക്കിയാൽ തന്നെ ചെറിയൊരു ഗ്യാപ്പ് എവിടെയെങ്കിലും കറക്റ്റ് നമ്മൾ ഒരു ഫിനിഷിംഗ് ഇല്ലെങ്കിൽ ആ സാധനം മാറ്റിയതാണ്. അപ്പോൾ ക്യാമറയിലോട്ട് മാറ്റാനും പറ്റും. അത് ഇത് അഴിച്ചിട്ടാണ് അവർ മാറ്റുന്നത്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ പശുക്കർക്ക് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് അഴിച്ചിട്ടുണ്ടോ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്താ ചോദിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇൻഫർമേഷൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടിയല്ലോ, അത്രേ നമ്മൾ ഉദ്ദേശിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു തരികിടം കൂടിയാണ്. നമ്മളിപ്പോൾ ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ കാണിച്ചു. അപ്പോൾ സിസ്റ്റത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കാണിച്ചിട്ട് ഇതെല്ലാം ഓക്കെയാണ്, സിസ്റ്റത്തിലെല്ലാം ഗ്രീനാണ് കാണിക്കുന്നതെന്ന് പറയും. അത് സംഭവം ഞാൻ പറഞ്ഞ പോലെ എല്ലാ സെറ്റിംഗ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അത് സിസ്റ്റം നോക്കിയിട്ട് എടുക്കുന്ന രീതി മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സിസ്റ്റത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തരികിട നടക്കുന്നത്. അവിടെ സിസ്റ്റം നോക്കിയിട്ട് എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു മെന്റാലിറ്റി എല്ലാവർക്കും അതായിരുന്നു. അത് i2 എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരിക്കലും ആപ്പിളിന്റെ ഒറിജിനൽ സൈറ്റ് അല്ല അത്. അതും തേർഡ് പാർട്ടി സൈറ്റ് ആണ്. അതിൽ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റൂല. പക്ഷെ എന്നാലും അത്യാവശ്യം നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിനെ കണ്ണടിച്ച് അങ്ങനെ വിശ്വസിക്കേണ്ട. ഈ ഒരു നമ്മൾ എന്താ പറയുക ഫിസിക്കലായിട്ടുള്ള കാര്യം കൂടി നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ഡൺ. അപ്പോൾ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ 13 Pro Maxന് പറഞ്ഞു. അതിന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ പറഞ്ഞതുണ്ട്. അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്യുക ഞങ്ങൾ. ഓക്കെ. നോൺ ആക്റ്റീവിന് മുന്നേ 14 പറയാം. 14 iPhone 14 നോൺ ആക്റ്റീവില് കിട്ടില്ല പ്രൈസ് തരാന്നൊക്കെ പറഞ്ഞിട്ടാ. യൂസറിന് നോൺ ആക്റ്റീവില് കിട്ടില്ല ഓഫർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. 510 ഞെട്ടിക്കില്ലേ? ഞെട്ടിക്കണ സാധനം. ഇത് iPhone 14 250 RB 89%. വേറെ എത്ര പെർസെന്റ് ഉണ്ട് ഇവിടെ? 90 ഉണ്ട്, 120 ഇവിടെ എഴുതിയിട്ടില്ല, 87, 90. ഇത് പ്ലസ് ആണല്ലേ? 14 പ്ലസ് 14 പ്ലസ് ഉണ്ട്. 14 പ്ലസ് ഉണ്ട്. ഇതാ 14 ഉണ്ട്. 14 എത്ര കൊടുക്കാം? 14 നമുക്ക് 1850 റംസിന് കൊടുക്കാം. എത്രയ്ക്ക്? 85 1850 തരത്തിന് iPhone 14 256 GB മെമ്മറി 128 GB. അപ്പോൾ 256 ആണെങ്കിൽ 150 റംസ് കൂടി 2000 റംസ് വരും. 2000 ദിർഹത്തിന് 85% ഉള്ള iPhone 14 256 GB. ഓക്കെ. 14 പ്ലസ് ആണെങ്കിൽ 128 GB ആണെങ്കിൽ 2150 വരും. 2150 128 GB. 256 GB ആണെങ്കിൽ 2350 വരും. 2300 ദിർഹത്തിന് iPhone 14. ഒരു കാര്യം പറയേണ്ടി വരും. കാരണം നമ്മളിപ്പം ഒരു ഓഫർ ഇട്ടിരുന്നു 2850. അതായത് 14 പ്ലസ് 256 GB പുതിയ ബ്രാൻഡ് ന്യൂ, അത് TR സ്റ്റോക്ക് ബോക്സ് പീസ് കൊടുക്കുന്നതായിരിക്കും. ആ ഒരു സ്റ്റോക്കും കൂടി കുറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത് വെയിറ്റ് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ മുന്നേയുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പുതിയത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതെ, പുതിയ ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ബ്രാൻഡ് ന്യൂ ഫോണുകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ. 92% ബാറ്ററി, 10,400 ദിർഹം കുറച്ച് നിങ്ങൾക്ക് നല്ല പ്രൈസിന് തന്നെ 14 പ്ലസ് യൂസിനും കിട്ടും. നേരെ
നോൺ ആക്റ്റീവ് പോവാം. ഓക്കെ നോൺ ആക്റ്റീവ് നോൺ ആക്റ്റീവ് ഇതൊക്കെ നോൺ ആക്റ്റീവ് ആണ്. ഇത് ബോക്സിലും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നോൺ ആക്റ്റീവ് ആണ്. അതിന്റെ കൂടെ തന്നെ ഒരു ഫോൺ കൂടി വിട്ടു. നോൺ ആക്റ്റീവ് പറയുന്നതിന് മുന്നേ നമുക്ക് ബഡ്ജറ്റ് ഫോൺ നമ്മൾ എസ് ഐഫോൺ എസ് നല്ല ചുവന്ന കളർ ഉണ്ട്. ഇതും അതുപോലെ തന്നെ നേരത്തെ എസ് പോലെ തന്നെ എസ് ആണ്. അടിപൊളി സാധനമാണ്. 2020 മോഡലാണ്. അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇത് ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഫോണാണ്. നമ്മൾ 30 മീനെ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്. ഇത് നമുക്ക് 80 ചൂടെ ബാറ്ററിയിലാണെങ്കിൽ നമുക്ക് 450 റംസിന് കൊടുക്കാം. 450 ദിർഹത്തിന് 80 ബാറ്ററി ചൂട് മോളാണെങ്കിൽ നമുക്ക് 500 ദിർഹംസിന് കൊടുക്കാം. 500 ദിർഹത്തിന് നിങ്ങൾക്ക് ഐഫോൺ എസ് കിട്ടുക. ഇനി 85ന്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ 550 കൊടുക്കാം. 550. ഓക്കെ 550ക്കും ഐഫോൺ എസ് റെഡ് കളർ മാത്രമേ ഉള്ളൂ. റെഡ് കളറാണ് ഉള്ളത്. കുറഞ്ഞ പീസേ ഉള്ളൂ. പക്ഷെ നല്ല കിടിലൻ സ്റ്റോക്കാണ്. ഐക്യം പിടിക്കാൻ കാര്യം ചെയ്യാത്ത നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. അത്യാവശ്യം ബാറ്ററി കുഴപ്പമില്ലാത്ത ഒരു കിടിലൻ ഫോണാണ്. 2020 അത്യാവശ്യം ലേറ്റസ്റ്റ് മോഡലുമാണ്. ഓക്കെ ഡൺ. അപ്പോൾ ഇത് കൂടെ നിങ്ങൾ നോക്കി വെച്ചോ. ഓക്കെ അപ്പോൾ നോൺ ആക്റ്റീവിലേക്ക് നോൺ ആക്റ്റീവ് 256 ഉണ്ട്, 512 ഉണ്ട്. അപ്പോൾ ഇത്ര നാൾ ഞാൻ പറഞ്ഞത് 128ന്റെ വിലയും പറഞ്ഞു, 256. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒന്നിന്റെ വിലയെ പറഞ്ഞു 512. 512 നമുക്ക് എന്താ 256 വിലക്ക് കൊടുക്കും. അതെ, ആ വിലക്കും കൊടുക്കാം. 28 നമ്മൾ ലാസ്റ്റ് കൊടുത്തത് അതേ വിലക്ക് 512 കൊടുക്കാം. 512 GB 2850 റംസ്. അത് നോൺ ആക്റ്റീവ് ആണ് കൊടുക്കുന്നത്. നോൺ ആക്റ്റീവ് 512 512 GB നിങ്ങൾക്ക് 2850 ദിർഹത്തിന് കിഡിൽ ഓഫർ. 2850 ദിർഹത്തിന് നോൺ ആക്റ്റീവ് 512 ആണ്. പ്രത്യേകം പറയുന്ന കാര്യം, ഇതിൽ 3 ക്വാളിറ്റി ഞാൻ കഴിഞ്ഞ പരിചയപ്പെടുത്തിയത് 3 ക്വാളിറ്റി വരുന്നുണ്ട്. ഇത് A++ ആണ്. നിങ്ങൾക്ക് ഡോട്ടോ കാര്യങ്ങൾ ഒരു സംഭവം ഇല്ലാത്ത നീറ്റ് പീസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ട് A6 പ്ലസ് തന്നെ 3 ക്വാളിറ്റി വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറയുകയാണ്. ഈ വീഡിയോ നമ്മൾ ഇപ്പം തന്നെ ലോങ് ആയിട്ടുണ്ട്. അത് കൂടുതൽ പറയുന്നില്ല. A++ സ്റ്റോക്കാണ് തരുന്നത്. നിങ്ങൾക്ക് 2850 റംസിന് പിടി. ഓക്കെ, അപ്പൊ കിട്ടിലെ ഓഫറാണ് ഇതിന്റെ കൂടെ നമുക്ക് യൂസർ പറയണമെന്നുണ്ടെങ്കിൽ യൂസർ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കും. കാരണം ഇതിന്റെ യൂസറിന്റെ വില ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് യൂസറിന് ഞാൻ ഇത്തവണ വില പറയുന്നില്ല. നിങ്ങൾക്ക് യൂസർ തന്നെ വേണമെന്നുള്ള വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നല്ല വിലക്ക് തരാം. കാരണം ഏകദേശം ഓൾമോസ്റ്റ് ഇതേ വിലക്കാണ് കൊടുക്കുന്നത്. മാക്സിലേക്ക് പോവാണെങ്കിൽ 128 GB ഉണ്ട്. 128 GB 256 മാക്സ്. നിങ്ങൾ അത് യൂസറാണ്. 128 GB ആണ്. നമുക്ക് 3000 ദിർഹംസിന് കൊടുക്കാം. 3000 ദിർഹത്തിന് നിങ്ങൾക്ക് 256 ആണെങ്കിൽ നമുക്ക് അതും നല്ല പ്രൈസ് കൊടുക്കാം. 3300 ദിർഹംസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് കൊടുക്കാം. സ്റ്റാർട്ടിംഗ് പ്രൈസ് 3300. നല്ല അടിപൊളി നീറ്റ് സാധനം തരാം. ഓക്കെ ഡൺ. അപ്പോൾ നിങ്ങൾക്ക് 14 സീരീസിലുള്ള പ്രൈസും തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐഫോൺ 15 വാങ്ങണം എന്നുള്ളവർക്ക് ഐഫോൺ 15 സീരീസിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞോ? യൂസർ കഴിഞ്ഞു. അതിൽ തന്നെ ഐഫോൺ 15 സീരീസിൽ നമുക്ക് നോൺ ആക്റ്റീവ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ വില ഇപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് 3250 3300 ഉണ്ട്. അപ്പൊ അതെടുക്കുന്നത് നല്ലത്. പുതിയന്റെ ഏകദേശം ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒരു മാസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, കറക്റ്റ് ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല റേറ്റ് ആണ്. 3000ന്റെ ഉള്ളിലായിട്ട് തന്നെ ഞങ്ങൾക്ക് ഒരു മാസത്തിന് ശേഷം ഞാൻ തന്നെ തരുന്നതായിരിക്കും. പക്ഷേ ഇപ്പൊ ബ്രാൻഡ് ന്യൂ ഫോണുകൾക്ക് പ്രൈസ് 3750 256 ഒരു ഫോൺ ബ്രാൻഡ് ന്യൂ ഐഫോൺ 15 256 എടുത്തോ. 15 Pro Max മാക്സ് എടുത്തോ, പ്രോ എടുത്തോ. മാക്സിമം ആകെ 3999 മാക്സ് തന്നെ കൊടുക്കുന്നുണ്ട്. 3999 പുതിയ. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും എന്താണ് യൂസർ 15 Pro Max ഇല്ല. യൂസർ 15 Pro Max മേടിക്കുന്ന ആവശ്യം നിങ്ങൾക്ക് 200 ദിർഹംസിന് വ്യത്യാസത്തിനാണ് യൂസർ കൊടുക്കുന്നത്. 3800. അതിലും നല്ലത് പുതിയ തന്നെ. അത് വാറന്റി പീസ് കേബിൾ അടക്കം കിട്ടുന്നുണ്ട്. പിന്നെ എന്ത് ആലോചിക്കാനാണ്. നിങ്ങൾ യൂസർ മേടിക്കേണ്ട ആവശ്യമില്ല. 15 Pro Max 256 GB നിങ്ങൾക്ക് 3999 ദിർഹത്തിന് ഇട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൂടെ പറഞ്ഞു. ഒന്ന് നെക്സ്റ്റ് നമ്മള് ഇവിടെ S22 Ultra S22 ഉണ്ട്, S23 ഉണ്ട്, S22 Ultra S22 Ultra അത് യൂസ് ഒന്നുണ്ട്. എത്ര കൊടുക്കുന്ന നമുക്ക് ബെസ്റ്റ് പ്രൈസ് S23 Ultra ഇതാ. S23 Ultra യൂസർ ഒന്നുണ്ട്. എത്ര കൊടുക്കുക? S23 Ultra ആണെങ്കിൽ നമുക്ക് 2200 ദിർഹംസിന് കൊടുക്കാം. 2200 സ്റ്റോക്ക് ആണെങ്കിൽ 2200 S23 Ultra 252 ആണെങ്കിൽ 1950 ആ റേഞ്ച് നമുക്ക് 1950 ദിർഹത്തിന് S22 Ultra. S21 ആണെങ്കിൽ അത് നമുക്ക് ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം. 1550 കൊടുക്കാം. 1500. നോട്ട് 20 ആണെങ്കിൽ നോട്ട് 20 Ultra ആണെങ്കിൽ അത് 1450 കൊടുക്കാം. നോട്ട് 20 ഉണ്ട്, നോട്ട് 20 5G അതും ഉണ്ട്. S22 Ultra ഉണ്ട്. നോട്ട് 20 ഇതാ. നോട്ട് 20 Ultra എത്രയ്ക്ക് കൊടുക്കുന്നത്? എല്ലാ സാധനവും ഉണ്ട്. നോട്ട് 20 Ultra ഇതല്ലേ? ഫസ്റ്റ് നോട്ട് 20 Ultra എത്രയ്ക്ക് കൊടുക്കുന്നത്? 1450. 1450 നോട്ട് 20 Ultra നിങ്ങൾക്ക് വരും. ഈ ഫ്ലിപ്പോ
ഫ്ലിപ്പ് ഒരു പുതിയ ഒറ്റ പീസ് വന്നിട്ടുള്ളൂ. ഇത് നമുക്ക് ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം 1100 ദിർഹംസിന് കൊടുക്കാം. 1100 തരുന്നത് യൂസർ ഫ്ലിപ്പ് നിങ്ങൾക്ക് തരും അച്ഛന്മാരെ. അപ്പൊ ഞാൻ അത് തന്നില്ലെന്ന് പറയുന്നത്. പിന്നെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ ഇനിയിപ്പോ ഇതുണ്ട് സാംസങ് ഇല്ല. സാംസങ് ഞാൻ ഒരുപാട് വെക്കാറില്ല, കാരണം സാംസങ്ങിന്റെ വിഷയം ഞാൻ മുന്നേ പറഞ്ഞു, ഒറിജിനൽ സാധനം നമുക്ക് കിട്ടൂല. നിങ്ങൾ സാംസങ് എവിടെ തന്നെ പോയി കഴിഞ്ഞാൽ ഓണായി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഓണായി കഴിഞ്ഞാൽ കറക്റ്റ് സാംസങ് ഗാലക്സി എന്ന് വരിക. ബാക്കി നിങ്ങൾ ഏത് തന്നെ ഫോൺ ഓണായി കഴിഞ്ഞാലും നിങ്ങൾക്ക് സാംസങ് ഗാലക്സി രണ്ടാമത് വരും. അതിന് മുന്നേ നിങ്ങൾക്ക് വരുന്ന വറ്റ് പേര്, കാരണം ഇത് സോഫ്റ്റ്വെയർ ചെയ്താണ്. കൊറിയൻ്റെയോ അതുപോലെ തന്നെ ചൈനയുടെ ഫോൺ വന്നിട്ട് സെയിം അതേപോലെ ഉണ്ടാക്കിയിട്ട് സോഫ്റ്റ്വെയർ ഇട്ട ഫോണാണ് ഇപ്പം വരുന്നത്. അത് റീഫർബിഷ് പക്ക റീഫർബിഷ് ആണ്. അത്ര ശ്രദ്ധിച്ചെടുക്കാന്ന് മാത്രമല്ലോ, അതിൽ വരുന്നില്ല എന്നല്ല, സാധനം നല്ലതും വരുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ കസ്റ്റമർ കയ്യിൽ നിന്ന് കിട്ടിയാണ്. അവിടെ ഒന്നോ രണ്ടോ പീസ് മാത്രം ആകുന്നതിൻ്റെ കാരണം ഇതാണ്. കസ്റ്റമർ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫോണുകൾ സാംസങ് വളരെ കുറവേ കിട്ടുന്നുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഏകദേശം താഴെ വീണ് പൊട്ടോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം വരുന്നതൊക്കെ നല്ല സ്ട്രോങ്ങിലാണ്. നമ്മൾ 23 മുതൽ അല്ലെങ്കിൽ 22 മുതൽ ഏകദേശം നല്ല സ്ട്രോങ് ഫോണാണ് വരുന്നത്. ഇപ്പം വളരെ കംപ്ലൈൻറ്റ് കുറവാണ്. ആദ്യം വന്ന ഫോണൊക്കെ സാംസങ് ഏകദേശം നമ്മളെ പണ്ടത്തെ സ്ലൈറ്റ് ഉണ്ടല്ലോ, കുട്ടികൾ കൊണ്ടുവന്ന സ്ലൈറ്റ്, അതുപോലെയാണ് സാംസങ്ങിന് പെട്ടെന്ന് പൊട്ടും. ഡിസ്പ്ലേ ആണ് ഏറ്റവും ആദ്യം പൊട്ടുക. ഡിസ്പ്ലേക്ക് ആണെങ്കിൽ ഫോണിനാക്കാൻ വിലയായിരിക്കും. അതിലാണെങ്കിൽ നോ വാറണ്ടി നോ ഗ്യാരണ്ടി. ഡിസ്പ്ലേ ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. നോ വാറണ്ടി ഗ്യാരണ്ടി. അതുകൊണ്ട് സാംസങ്ങിന്റെ കാര്യത്തിൽ, അതേസമയം ഐഫോണിന്റെ കാര്യത്തിൽ അന്നും ജവാനാണ് ഇന്നും ജവാനാണ്. കാരണം ഐഫോൺ S20 ഇപ്പൊ സാംസങ്ങിന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഈ ഒരു സ്പെഷ്യൽ ആയിട്ട് ഈ 4-5 ഇത് നമ്മൾ സാംസങ് ഒരുപാടില്ല. പിന്നെ സാംസങ് വേണമെങ്കിൽ നമുക്ക് ഒരു നല്ല വിലക്കന്നെ കൊടുക്കാതെ ഒന്ന് അത് ഇതിൽ പറയണോ? 23 അൾട്ര നമുക്ക് നല്ല വില കൊടുക്കാം. 2599 ദിർഹംസിന് പുതിയ S23 അൾട്ര നിങ്ങൾക്ക് പുതിയ പീസ് തരാം. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ലെമൺ കളർ ഓപ്പൺ ആക്കി ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ആക്കിയത് നമ്മൾ വീഡിയോക്ക് വേണ്ടി ഓപ്പൺ ആക്കി കേട്ടാ. ഇത് ഇതേ സെയിം സാധനം കളർ വേണമെന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഫോൺ പോലും ആക്കിയിട്ടില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി. 2599 സ്റ്റോക്കാണ്. വാറണ്ടിയുള്ള പീസാണ്. ഇതേതാ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ബ്രാൻഡ് ന്യൂ പീസാണ് നിങ്ങൾക്ക് തരിക. ഓക്കെ, ഇതുപോലത്തെ ബ്രാൻഡ് ന്യൂ പീസാണ് നിങ്ങൾക്ക് തരിക. വിത്ത് 1 ഇയർ സാംസങ് വാറണ്ടിയുള്ള സാധനമാണ് നിങ്ങൾക്ക് തരിക. കളർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2599 സാധനം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊന്ന് നോക്കി വെച്ചോ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു മാത്രം. പിന്നെ ഡെലിവറി കാര്യങ്ങൾ എങ്ങനെയാണ്? ദുബായിൽ ഫുൾ 24 hours. ഓക്കെ, വേറെ ഇന്ത്യക്കില്ല. ഇന്ത്യക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ GCയിലോ എവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെ ആരെങ്കിലും വരുമ്പോയോ അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുടെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ UAE എവിടെ എത്തിച്ചു കൊടുക്കും. ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോശമാവില്ല. അതെ, നമ്മൾ ഫുൾ ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങിയ മുതൽ നമ്മൾ യൂസ് ഫോണിന്റെ പ്രൈസ് മാത്രമല്ല പറഞ്ഞത്, നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ വേണോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള GCC കൺട്രീസിലേക്ക് ഡെലിവറി ഇല്ല. നിങ്ങൾ UAE അവിടെ നിങ്ങൾക്ക് 24 hours നിങ്ങൾക്ക് ഡെലിവറി കിട്ടും അല്ലേ? അതെ, നിങ്ങളുടെ സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല, സാധനം സ്റ്റോക്കും ഇല്ല, എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു.